ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് റിസർച്ചിലെ എക്സ്പ്ലോയിറ്ററി റിസർച്ചാണ്. നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള റിസർച്ചുകൾ വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് എക്സ്പ്ലോയിറ്ററി റിസർച്ച്. ഇറ്റ് ഈസ് എ ഇനീഷ്യൽ റിസർച്ച് ഓർ പ്രിലിമിനറി സ്റ്റഡി ഓഫ് എ ന്യൂ പ്രോബ്ലം അബൌട്ട് വിച്ച് ദ റിസർച്ച് ഹാസ് നോ ലിറ്റിൽ ഓർ നോളജ്. അതായത് ഈ റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ റിസർച്ചിനെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി വലിയ അവയർനെസ് ഒന്നും ഉണ്ടാവില്ല. ഡെപ്തായിട്ടോ ഒന്നും തന്നെ അറിയില്ല. ചെറിയ എന്തോ ഒരു ലിറ്റിൽ നോളജ് അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയാം, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല. ചിലപ്പോൾ അതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്? എക്സ്പ്ലോർ ചെയ്യുക. ആ ഒരു ടേമിൽ പോലെ തന്നെ എക്സ്പ്ലോർ, ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു റിസർച്ചിനെയാണ് എക്സ്പ്ലോയിറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ജനറലി ദ റിസർച്ച് ഫോക്കസ് ഓൺ എക്സ്പ്ലോറിങ് ദ ന്യൂ പ്രോബ്ലം അല്ലെങ്കിൽ ന്യൂ സിറ്റുവേഷൻ. ഏതെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷനെ അവർ സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, എങ്ങനെ നമുക്കതിനെ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു ടേമിനെയാണ് അല്ലെങ്കിൽ റിസർച്ച് പ്രോസസ്സിനെയാണ് എക്സ്പ്ലോയിറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആക്കിയിട്ട്, അല്ലെങ്കിൽ അതായത് നമുക്കൊരു റിഗഡ് ഫോമിൽ ആയിരിക്കില്ല ഇതിന് റിസർച്ച് നടന്നത്. കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ്. റിസർച്ചിനെ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് വേണം ഈ ഒരു എക്സ്പ്ലോയിറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്, ഒന്ന്, ജനറേറ്റ് ദ ന്യൂ ഐഡിയാസ്. കാരണം എക്സ്പ്ലോറേഷനാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു തിയറി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്റ്റ് ആയിരിക്കാം, ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സൊല്യൂഷൻ ആയിരിക്കാം. സോ ഇറ്റ് ജനറേറ്റ് ദ ന്യൂ ഐഡിയാസ് ഓർ ന്യൂ ഇൻഫോർമേഷൻ. നെക്സ്റ്റ്, ടു മേക്ക് ദ എക്സാക്റ്റ് ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം. നമ്മൾ ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലത്തിന് സ്റ്റഡി ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്കതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സ്പ്ലോർ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. To gather the information for the education of the concept. നമുക്ക് കൺസെപ്റ്റിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സ്പ്ലോർ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ആ ഒരു റിസർച്ച് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഈ ഒരു ത്രൂ എക്സ്പ്ലോർ റിസർച്ച് നമുക്ക് ആ ഒരു മാറ്ററിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല. എന്താണ് ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യുന്നു, അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആ ഒരു കൺസെപ്റ്റിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ഡിസൈഡ് ദ വെദർ ഇറ്റ്സ് എ ഫീസിബിൾ ടു അറ്റംപ്റ്റ് ദ സ്റ്റഡി. പിന്നെ എക്സ്പ്ലോയിറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്ന ആ ഒരു റിസർച്ച് അല്ലെങ്കിൽ റിസർച്ചിനെ അവർ ഫോളോ ചെയ്യുന്ന ആ റിസർച്ച് പ്രോസസ്സ് അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ അത് ഫീസിബിൾ അല്ലേ, നമുക്ക് സ്റ്റഡിക്ക് കുറച്ചും കൂടി സ്യൂട്ടബിൾ അല്ലേ എന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സ്പ്ലോർ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ആയിട്ട് ഈ എക്സ്പ്ലോർ റിസർച്ച് എന്ന് പറയുന്നത് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ആ ഒരു ടേമിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ കൺസെപ്റ്റോ അല്ലെങ്കിൽ ഇൻഫർമേഷനെ പറ്റി നമുക്ക് വലിയ അവയർനെസ് ഒന്നും ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യുക, പുതിയൊരു ഫാക്റ്റോ അല്ലെങ്കിൽ പുതിയൊരു തിയറീനെ ഫോർമുലേറ്റ് ചെയ്യുക. ഇതിന് പറയുന്ന വേറൊരു ടേമാണ് ഫോർമുലേറ്റീവ് റിസർച്ച്. നമ്മളതിന് വേറൊരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ പുതിയൊരു തിയറിയോ നമ്മൾ വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ അതിനെ ഈ എക്സ്പ്ലോർ റിസർച്ചിൽ പറയുന്ന വേറൊരു പേരും കൂടിയാണ് ഈ ഫോർമുലേറ്റീവ് റിസർച്ച്. അടുത്തത് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പ്ലോയിറ്ററി റിസർച്ച്. നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു എക്സ്പ്ലോയിറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത്? മെയിനായിട്ട് 3 മെത്തേഡുകൾ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിറ്ററേച്ചർ സർവേ, അതായത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. നമ്മൾ റിസർച്ച് പ്രോസസ്സിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അതുവഴി, അതായത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്തിക്കൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എത്തിക്സ് ഓറിയൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിന് ഇപ്പോൾ ഭയങ്കര പോപ്പുലറൈസ് ചെയ്യുന്നുള്ള ഒരു കാലമാണ്. നമുക്കത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവേസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അത് പബ്ലിഷ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൻ്റെ പബ്ലിക്കേഷൻസോ ജേണൽസോ അങ്ങനെ എനിവേ നമുക്ക് എക്സിസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സോഴ്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ എക്സ്പ്ലോർ റിസർച്ച് കണ്ടക്ട് ചെയ്യാം. അടുത്തതാണ് എക്സ്പീരിയൻസ് സർവേ, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് പേഴ്സണെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ റിസർച്ച് ചെയ്യാം.
ഓക്കെ, അത് വേണമെങ്കിൽ അതിനെ പറ്റി ഇപ്പോൾ ഈ എത്തിക്കൽ അല്ലെങ്കിൽ എത്തിക്സ് മാർക്കറ്റിങ്ങിനെ പറ്റി അറിയുന്ന ഏതെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ടേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാം. അത് വേണമെങ്കിൽ ക്വസ്റ്റനെയർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഷെഡ്യൂൾസ് യൂസ് ചെയ്തിട്ടോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഈ ഒരു എക്സ്പീരിയൻസ്ഡ് സർവേ കണ്ടക്ട് ചെയ്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് ദ സ്റ്റഡി ഓഫ് ദി ഇൻസൈറ്റ് ദ സ്റ്റിമുലേറ്റിംഗ് കേസസ്. അതായത് കേസ് സ്റ്റഡി എന്ന് പറയും, ഫോക്കസ് ഗ്രൂപ്പ്സ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, അത് ഏതെങ്കിലും ഒരു സോഷ്യൽ യൂണിറ്റ് ആയിരിക്കാം, നമ്മൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിനെ സ്റ്റഡി ചെയ്യുക, കേസ് സ്റ്റഡി. ഓക്കെ, കേസ് സ്റ്റഡിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻസൈറ്റ്, നമ്മുടെ ആ ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇറ്റ് ഈസ് എ ഇൻറ്റൻസീവ് സ്റ്റഡി ഓഫ് സെലക്റ്റഡ് കേസ്. അതായത് എല്ലാം കൂടി നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റഡി ചെയ്യില്ല, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയനെ മാത്രം നമ്മൾ ചൂസ് ചെയ്യും. അതിനാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇങ്ങനെ 3 മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് വാട്ട് ആർ ദ യൂസസ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. നമ്മൾ എന്തൊക്കെ ഉപയോഗങ്ങളാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് വെൻ ദ റിസൾട്ട്സ് ആർ നോട്ട് ഒബ്റ്റെയിൻഡ് ഓൺ ദ ഒബ്സർവേഷൻ ബേസിസ്. നമ്മൾ ഒബ്സർവേഷൻ അല്ല കൂടുതൽ വരുന്നത്, പകരം എന്താ, നമുക്ക് റിസൾട്ട്സ് നമ്മൾ നേരിട്ട് അതിനെ ഒരു ഫേസ് ടു ഫേസ്, ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടായിരിക്കാം, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് കിട്ടുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് ഇറ്റ് ഹെൽപ്സ് ടു ക്ലാസിഫൈ ദ കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷിംഗ് ദ പ്രയോറിറ്റീസ്. നമുക്ക് ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് അറിയുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാറ്റഗറിയിൽ വരുന്ന പല കൺസെപ്റ്റുകളെ നമുക്ക് ഈ ഒരു എക്സ്പ്ലോർഡ് റിസർച്ചിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പല കൺസെപ്റ്റുകളുണ്ട്. പക്ഷേ ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓരോ ടേമിൽ എടുക്കുകയാണെങ്കിൽ അത് ഡിഫറെൻറ്റ് മീനിങ്സ് ആണ് വരിക. ഇപ്പോൾ കോർപ്പറേറ്റ് എൻറ്റിറ്റി നോക്കുകയാണെങ്കിൽ അതങ്ങനെ, ഒരു ഗവൺമെൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോ രീതിയിലും ഈ ഒരു ടേമിന് പല കൺസെപ്റ്റുകളുണ്ടായിരിക്കും. അപ്പോൾ ഈ എക്സ്പ്ലോർഡ് റിസർച്ച് അതിനൊക്കെ ക്ലാസിഫൈ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ പ്രയോറിറ്റി ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലാരിഫൈ ദ കൺസെപ്റ്റ് ടു ഹെൽപ്പ് ദ ഫോർമുലേറ്റിംഗ് ദ പ്രോബ്ലം. നേരത്തെ പറഞ്ഞ ഒരു ടേമിന് തന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഏരിയ, അതിനെ അനലൈസ് ചെയ്ത് നമ്മുടെ ആ കൺസെപ്റ്റിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, പുതിയൊരു കൺസെപ്റ്റോ അല്ലെങ്കിൽ ഫാക്റ്റോ നമുക്കത് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സ്പ്ലോർഡ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡെവലപ്പ് ദ ഹൈപ്പോത്തിസിസ്. നമുക്കറിയാം വാട്ട് യു മീൻ ബൈ ഹൈപ്പോത്തിസിസ്, ദാറ്റ് ഈസ് അസംഷൻ. നമ്മൾ അസംഷൻസ് ഫ്രെയിം ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ വാരിയബിൾസിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡാറ്റയെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഏരിയനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് റിസർച്ചിന് പറ്റുന്നുണ്ട്. അടുത്തതാണ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ബെസ്റ്റ് റിസർച്ച് ഡിസൈൻ, ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആൻഡ് സെലക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ്. ഇനി വേറെ രീതിയിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ എക്സ്പ്ലോർഡ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് റിസർച്ച് ഡിസൈനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് റിസർച്ച് ഡിസൈൻ. സോ അതിൽ ബെസ്റ്റ് വൺ നമുക്ക് ചൂസ് ചെയ്യണം, എന്നാലാണ് നമ്മുടെ റിസർച്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഡാറ്റ കളക്ഷൻ, there are 2 types of sources, that is primary and secondary. So which source ആണ് നമ്മുടെ റിസർച്ചിന് സ്യൂട്ടബിൾ, അത് നമ്മൾക്ക് സെലക്ട് ചെയ്യണം. അതേപോലെ എങ്ങനെയായിരിക്കണം നമ്മൾ ഒരു ടോപ്പിക്ക് അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യണം, അതിനൊക്കെ ഈ ഒരു എക്സ്പ്ലോർഡ് റിസർച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇറ്റ് ഈസ് എ ഇനീഷ്യൽ ഓർ പ്രിലിമിനറി സ്റ്റഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യലി അത് കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അവയർനെസ് കിട്ടും. യെസ്, ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ എക്സ്പ്ലോർഡ് റിസർച്ച് എന്താണ്, ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രിലിമിനറി ലെവലിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു റിസർച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോബ്ലത്തിൻ്റെ ഒരു ബേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്.
നെക്സ്റ്റ് ഇറ്റ് ഈസ് യൂസസ് എ ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ. നേരത്തെ പറഞ്ഞു നമ്മൾ ഡിഫറെൻറ്റ് വേസ് നമ്മൾ കണ്ടു അല്ല, ലിറ്ററേച്ചർ സർവേ, എക്സ്പീരിയൻസ് സർവേ. ഈ എക്സ്പീരിയൻസിൻ്റെ സർവേസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ ഇൻ്റർവ്യൂസ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷെഡ്യൂൾ മീൻസ് ഒരു സെറ്റ് ഓഫ് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കും. അത് നമ്മൾ റെസ്പോൺസിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ നമ്മളത് മാർക്ക് ചെയ്യുന്നത് ഒരു ഇൻ്റർവ്യൂവർ ആയിരിക്കും. അതിനാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് അൺസ്ട്രക്ചേർഡ് ഫോർമാറ്റിലായിരിക്കും ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അതായത് നമുക്ക് ഒരു പ്രൈമറി ലെവലിലാണ് നമ്മൾ സോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രൈമറി സോഴ്സിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, ഇതേപോലെയുള്ള സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർസും ഷെഡ്യൂൾസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ എക്സിസ്റ്റിംഗ് ബോട്ടിൽ നെക്സ്. ദാറ്റ് മീൻസ് നമുക്ക് എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട്, നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്രൈറ്റീരിയസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡ്രോബാക്സ് വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട്, അതിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് ഈ ഒരു എക്സ്പ്ലോർഡ് റിസർച്ച് നല്ല രീതിയിൽ തന്നെ റിസർച്ചിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലോർഡ് റിസർച്ചിനെ പറ്റി പറയാനുള്ളത്. ഫസ്റ്റ് ടൈപ്പാണ് എക്സ്പ്ലോർഡ് റിസർച്ച്. അത് പറഞ്ഞു, ഒരു ഇനീഷ്യൽ ആൻഡ് ഇത് പ്രിലിമിനറി സ്റ്റഡിയാണ്. ഏതെങ്കിലും ഒരു പുതിയൊരു ടോപ്പിക്കിനോ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത, അല്ലെങ്കിൽ വി ഹാവ് ദ നോളജ് ബട്ട് അത് നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എക്സ്പ്ലോർഡ് റിസർച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എക്സ്പ്ലോർഡ് റിസർച്ച് ഒരു ഡെപ്ത്ത് ഫോർമാറ്റിലേക്ക്, അല്ലെങ്കിൽ ഡെപ്തായിട്ട് നമുക്ക് ആ ഒരു സ്റ്റഡിയെ അനലൈസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയൊരു ഫാക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ഇൻഫോർമേഷനാണ് ഈ ഒരു എക്സ്പ്ലോർഡ് റിസർച്ചിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്, അതും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹൈപ്പോത്തസിസ്. പിന്നെ നമ്മൾ കണ്ടു ഡിഫറെൻറ്റ് വേസ് എങ്ങനെയൊക്കെ നമുക്ക് ഈ എക്സ്പ്ലോർഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ലിറ്ററേച്ചർ സർവേസ്, ദാറ്റ് മീൻസ് എക്സിസ്റ്റഡ് ആയിട്ടുള്ള റിവ്യൂ ഓഫ് ലിറ്ററേച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വ്യക്തികളെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങനെയും നമുക്ക് എക്സ്പ്ലോർഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യാം. അടുത്തൊരു മെത്തേഡാണ് കേസ് സ്റ്റഡി. ഓക്കെ, ഇതൊരു ഇൻറ്റൻസീവ് ടൈപ്പിലുള്ള ഒരു സ്റ്റഡിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മളത് സ്റ്റഡി ചെയ്യുന്നത്. ദെൻ യൂസസ് ഓഫ് എക്സ്പ്ലോർഡ് റിസർച്ച്. ഇങ്ങനെ ഇതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് റിസർച്ച് മെത്തേഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ എക്സ്പ്ലോർഡ് റിസർച്ച് നിങ്ങൾ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക.